താമരശ്ശേരിക്കടുത്ത് ഈങ്ങാപ്പുഴയിൽ നിന്ന് 3.5 കിലോമീറ്റർ അകലെയാണ് കാക്കവയലിലെ വനപർവം. കഴിഞ്ഞ ഇടത് സർക്കാരിന്റെ കാലത്താണ് ഇവിടെ ജൈവ വൈവിധ്യോദ്യാനം ആരംഭിക്കുന്നത്. 96 ലക്ഷം രൂപയാണ് ഇതിനായി വകയിരുത്തിയത്. കരിങ്കല്ല് കൊണ്ട് കാനനപാതയുൾപ്പെടെ പദ്ധതിയുടെ പ്രാരംഭ അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾ നടന്നു. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഒരു ഇന്റർപ്രിറ്റേഷൻ സെന്ററിന്റെ പ്രവൃത്തി പുരോഗമിക്കുകയാണ്. ഏകദേശം 46 ലക്ഷത്തോളം രൂപയാണ് ഇതുവരെ ലഭിച്ചത്. എന്നാൽ പുതിയ ഗവൺമെന്റ് വന്നതിനു ശേഷം വനപർവത്തിന് അർഹമായ പരിഗണന ലഭിച്ചിട്ടില്ല. റൊട്ടേഷണൽ വഴി വരാനുണ്ട്, അവിടെ മേലൊരു പാലം വരണം, ഇവിടെ ഒരു ഇരുമ്പ് പാലം വരാനുണ്ട്. പരുത്തിപ്പാറ വെള്ളച്ചാട്ടവും മുയൽപ്പാറയുമെല്ലാം ചേർന്ന ഇവിടം മലബാറിലെ തന്നെ പ്രധാന എക്കോ ടൂറിസം കേന്ദ്രമായും പഠന കേന്ദ്രമായും മാറ്റാവുന്ന ഒന്നാണ്. എന്നാൽ കോഴിക്കോട് ജില്ലയിലുള്ളവർ പോലും വനപർവത്തിന്റെ സൗന്ദര്യത്തെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല. പശ്ചിമഘട്ടത്തിന്റെ താഴ്വരയിലാണ് ഇലപൊഴിയും ആർദ്രവനങ്ങളും നിത്യഹരിത വനങ്ങളും മുളങ്കാടുകളും ഈറ്റകളുമെല്ലാം നിറഞ്ഞ വനപർവം. ഔഷധ സസ്യങ്ങളുടെ കലവറയും 150ലധികം വ്യത്യസ്ത പൂമ്പാറ്റകൾ ചേർന്ന വർണ്ണപ്രപഞ്ചവും ഓർക്കിഡുകളുടെ ശേഖരവുമെല്ലാം ചേർന്ന ഈ കേന്ദ്രത്തിന് അർഹമായ പ്രാധാന്യം നൽകിയാൽ ജില്ലയ്ക്ക് തന്നെ അതൊരു നേട്ടമാകും. അരുവിക്ക് കുറുകെ പാലം, വിനോദസഞ്ചാരികൾക്ക് കുളിക്കാനുള്ള സൌകര്യം, കൂടുതൽ കാനനപാതകൾ, ചിൽഡ്രൻസ് പാർക്ക് ഇവയെല്ലാം പദ്ധതിയിലുണ്ടായിരുന്നെങ്കിലും ഒന്നും പ്രാവർത്തികമായിട്ടില്ല. ക്യാമറമാൻ മുകേഷിനൊപ്പം MM രാഗേഷ്, ഇന്ത്യ വിഷൻ, കോഴിക്കോട്.